ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology, near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചു. ആദ്യം പ്രധാന വാർത്തകൾ. 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ വല്യച്ഛനും മക്കളും അറസ്റ്റിൽ. സംഭവം പത്തനാപുരം ഹെലിക്കാട്ടൂരിൽ. പത്തനാപുരം KSRTC ഡിപ്പോയിൽ സംഘർഷം. UDF പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ KSRTC ഡ്രൈവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. കുളത്തൂപ്പുഴ കടമാൻകോട് സർവീസ് സഹകരണ ബാങ്ക് ഭരണം UDF നിലനിർത്തി. LDFന് ലഭിച്ചത് ഒരു സീറ്റ്. പത്തനാപുരം എലിക്കാട്ടൂരിൽ 14-കാരിയെ പീഡിപ്പിച്ച വല്യച്ഛനെയും മക്കളെയും പോലീസ് പിടികൂടി. സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. 14-കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്ന കേസിൽ പെൺകുട്ടിയുടെ വല്യച്ഛനെയും മകനെയും മകളെയുമാണ് പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനാപുരം എലിക്കാട്ടൂർ 4 സെന്റ് കോളനിയിൽ റോയി ഭവനിൽ റോയ്, മകൻ റോബിൻ എന്നിവരാണ് പീഡനത്തിന് പിടിയിലായത്. ഇവർക്ക് സഹായം ചെയ്തു കൊടുത്തതിനാണ് റോയിയുടെ മകൾ 22 വയസ്സുകാരി ബിൻസിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. റോയിയും റോബിനും പെൺകുട്ടിയെ പലപ്പോഴായി ലൈംഗിക ചേഷ്ടകൾക്ക് ഉപയോഗിച്ചിരുന്നു.
പെൺകുട്ടിയുടെ അരിമുക്കിലെ വീട്ടിൽ വെച്ചും പ്രതികളുടെ വീട്ടിൽ വെച്ചും പലപ്പോഴായി പ്രതികൾ പീഡനം നടത്തിയതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടി ചടയമംഗലത്ത് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചിരുന്നത്. 2 മാസം മുൻപ് അവധിക്ക് നാട്ടിലെത്തി തിരികെ ഹോസ്റ്റലിലെത്തിയ പെൺകുട്ടി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതോടെ സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിനിടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. പെൺകുട്ടി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിവരം അറിയിക്കുകയും തുടർന്ന് പത്തനാപുരം പോലീസിന് കേസ് ഹാൻഡ് ഓവർ ചെയ്യുകയുമായിരുന്നു. പിടിയിലായ പ്രതികളെ തിങ്കളാഴ്ച പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പത്തനാപുരം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബൈജുകുമാർ, സബ് ഇൻസ്പെക്ടർ എം ജി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിൽ അധ്യാപകരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചൈൽഡ് വെൽഫെയർ കൗൺസിലിൽ വിവരം അറിയിക്കുകയും ചൈൽഡ് വെൽഫെയർ കൗൺസിലിൽ നിന്ന് കൊട്ടാരക്കരയുള്ള വനിതാ ഇൻസ്പെക്ടറെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം വെളിച്ചത്ത് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ ഇന്നലെ മെഡിക്കൽ പരിശോധനയും ബാക്കി മജിസ്ട്രേറ്റിന് മുമ്പിൽ കാണിച്ച് റെക്കോർഡുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഇന്ന് കുട്ടിയെ നമ്മുടെ സ്ഥലത്ത് കൊണ്ടുപോയി കുട്ടിയെ എവിടെയൊക്കെ വെച്ചാണ് ഈ പ്രതികൾ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കൃത്യസ്ഥല മാസം തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 164 സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് വെളിവായതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഇന്നലെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഇന്ന് വൈകിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇതിപ്പോൾ പ്രതികളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും സാഹചര്യ തെളിവ് അനുസരിച്ച് ഈ കുട്ടിയുടെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവും മകനും മകളുമാണ്. അവരെ ആദ്യത്തെ പ്രാവശ്യം എലിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തും പിന്നീട് ഇപ്പോൾ പുനലൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ഒരു അലിമുക്ക് ഏലായിക്ക് സൈഡിലുള്ള ഒരു വാടക വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ പീഡിപ്പിച്ചതായി പറയുന്നത്. ആ 2 സ്ഥലവും കുട്ടി ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാസം എഴുതിയിട്ടുണ്ട്. ലൈവ് വാർത്ത പത്തനാപുരം. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചു. ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ചാനൽ ലൈവിന്റെ ആദരാഞ്ജലികൾ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഷില്ലോങ്ങിലെ ബദാനി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നടന്ന ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിങ്കളാഴ്ച വൈകിട്ട് 6:52 സംഭവം. പ്രബന്ധം അവതരിപ്പിക്കുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടായി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഭാരതത്തിന്റെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ആവുൽ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഇടത്തരം മുസ്ലിം കുടുംബത്തിൽ ജൈനുലാബ്ദീന്റെയും ആയിഷയമ്മയുടെയും മകനായാണ് കലാം ജനിച്ചത്. രാമനാഥപുരത്തെ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പ്രാഥമിക പഠനത്തിന് ശേഷം തിരുച്ചിറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിൽ ഉപരിപഠനത്തിനായി ചേർന്നു. 1954 കലാം ഈ കോളേജിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. APJ അബ്ദുൽ കലാമിന് ചാനൽ ലൈവിന്റെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. വിളക്കുവെട്ടത്തെ കോൺഗ്രസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും അക്രമികളെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് CPM പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ചുറ്റി തിരികെ KSRTC ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. വിളക്കുവട്ടം മുൻ കൌൺസിലറും CPM നേതാവുമായ സുഭാഷ് ചീനാഥ് സ്വാഗതം പറഞ്ഞു. പ്രതിഷേധ യോഗം CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആഴ്ചകളോടും പാർട്ടി വാങ്ങുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരൻ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത് എനിക്കൊരു നാണക്കേടാണ്. അദ്ദേഹം ഇവിടെ ചില വെല്ലുവിളികൾ അദ്ദേഹം പറയാൻ, എന്നെ രക്തസാക്ഷിയാക്കാണോ, ഞാൻ 1 തട സ്വന്നാൽ 100 തട സ്വന്തം മാതിരി ഞാൻ ചോദിക്കട്ടെ. അയാളെ പോലുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ വിളക്കുവെട്ടത്തെ കല്ലാറിനെയും നമ്മുടെ ബാലസംഘം കൂട്ടുകാരുടെയിൽ നിന്ന് ചൂരല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി കേരളത്തിലും പുനലൂരിലും പ്രവർത്തിക്കുന്നത്, ഇന്ത്യയിലാകെ പ്രവർത്തിക്കുന്നത് പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും അതേപോലെ തന്നെ
മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സംരക്ഷണം, അതേപോലെ തന്നെ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. പുനലൂരിലെ CPM ധാരാളം കനൽ വഴികളിലൂടെ നടന്നു വന്ന CPM ആണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഒരിക്കലും അക്രമം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ അക്രമകാരികളല്ല എന്നുള്ളത് കൊണ്ടാണ് സഖാക്കളെ ഒരു അനൗൺസ്മെന്റ് നടത്തിയാൽ ഇന്ന് പുനലൂർ പട്ടണം ദർശിച്ചതുപോലെ സ്ത്രീകളും മുതിർന്ന ആളുകളും ചെറുപ്പക്കാരും അടക്കം നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രകടനത്തിൽ അണിനിരന്നു വരുന്നത്. ഞങ്ങൾ അക്രമകാരികളല്ലാത്തത് കൊണ്ടാണ് പുനലൂർ നഗരസഭയിലെ 18 വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി എന്നുള്ളതിൽ ഞങ്ങൾ നൂറുകണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രവർത്തന പദത്തിലൊന്നും അക്രമത്തിന് സ്ഥാനമില്ല. ഗുണ്ടാ സംഘങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളുടെ നടപടി പുനലൂരിലെ മറ്റ് കോൺഗ്രസുകാർ കൂടി നാണക്കേടാണെന്നും കോൺഗ്രസിന്റെ ഇത്തരം നടപടികളെ അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതിയിലൂടെ നേരിടാനാണ് CPM തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. CPM നേതാക്കളായ രാധാമണി വിജയാനന്ദ്, PS ചെറിയാൻ, T ചന്ദ്രാനന്ദൻ, S ബിജു, R പ്രസാദ്, MA ലത്തീഫ്, R ശ്രീനിവാസൻ, ശരൺ ശശി, CV രാജേഷ്, R ഗുരുദാസ്, പ്രകാശ്, ലൈലജ, P വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് AR കുഞ്ഞുമോൻ, ശ്യാം മോഹൻ, GGK ബാബു, രഞ്ജിത്ത്, വസന്ത രഞ്ജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. മാലിന്യ പ്രശ്നത്തിൽ പുനലൂർ നഗരസഭയ്ക്കെതിരെ ആഞ്ഞടിച്ച UDF. മാലിന്യ പ്ലാന്റ് നിർമ്മിച്ച് കോടികൾ നഷ്ടത്തിലാക്കിയ പുനലൂർ നഗരസഭയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് UDF നിയോജക മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. 1,15,00,000 രൂപ മുടക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഞങ്ങളുടെ കാലത്ത് പണി പൂർത്തീകരിച്ചതാണ്. പക്ഷേ LDFന്റെ കാലത്ത് ഇത്രയും നേരം 10 വർഷക്കാലം വലിച്ചു. ഈ പട്ടണത്തിൽ സ്കീമുണ്ടോ, പദ്ധതിയുണ്ടോ? പണം വന്ന് മറിയുന്നു. 95 ലക്ഷം രൂപ വേൾഡ് ബാങ്ക് കുടിവെള്ള പദ്ധതി കൊടുത്തു. പ്രോജക്റ്റ് ഇല്ല, സ്കീമില്ല. ഇപ്പൊ അവർ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ താഴെ ഒരു ടാങ്ക് പണിഞ്ഞ് അതിനകത്ത് വെള്ളം എടുക്കാൻ പ്രോജക്റ്റ് ഇല്ലാതെ, സ്കീമില്ലാതെ പണിയാൻ പറ്റൂ. ആ സ്കീം നഷ്ടപ്പെട്ടു. ആ പണം എവിടെയാണെന്ന് അറിയില്ല. മാർക്കറ്റിനകത്ത് സ്ലോട്ടർ ഹൗസ് പണിയാൻ, ആധുനിക സ്ലോട്ടർ ഹൗസ് പണിയാൻ 1.25 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. സ്കീമില്ല, പ്രോജക്റ്റ് ഇല്ല, സ്ലാബ് ഹൗസ് പണിയാൻ പറ്റില്ല. അത് പറഞ്ഞ് ചെയർപേഴ്സൺ പറഞ്ഞ് ടെൻഡർ വിളിച്ചെടുക്കാൻ. ടെൻഡർ വിളിക്കണമെങ്കിൽ ഇതിന് പ്രോജക്റ്റ് ഉണ്ടാവും, ആ പ്രോജക്റ്റിന് എസ്റ്റിമേറ്റ് ഉണ്ടാവണം, ആ സ്കീം ഉണ്ടാവണം, അത് അപ്രൂവൽ സ്കീമാവണം. എങ്കിൽ മാത്രമേ ഇതാരെങ്കിലും വന്നെടുക്കൂ. കേരളത്തിൽ സ്ലോട്ടർ ഹൗസ് പണിയുന്ന ഒരുപാട് കോൺട്രാക്ടേഴ്സും ഏജൻസിയും ഉണ്ട്. അവരെ വിളിച്ച് നേരിട്ടേൽപ്പിക്കാം. പക്ഷേ അതിന് പ്രോജക്റ്റ് വേണം, സ്കീം വേണം, അത് അപ്രൂവൽ, ഗവൺമെന്റ് അപ്രൂവൽ വേണം, CTP അംഗീകരിക്കണം. ഇതൊന്നും ഈ പട്ടണത്തിലില്ല. ഇതെല്ലാം ഈ പട്ടണത്തിൽ എന്നേക്കുമായി നശിച്ച് വികസനം മുഴുവൻ മുരടിച്ച് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ എന്തോ എനിക്കറിയില്ല രാഷ്ട്രീയമായ ഒരു എന്തോ തകരാറുകൊണ്ട് ഈ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പുറത്തു നിൽക്കുന്നവർ മുമ്പോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ല. അകത്തിരിക്കുന്നവരെ കൊണ്ട് ഭരിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. ചട്ടവിരുദ്ധമായും അശാസ്ത്രീയമായും മാലിന്യ പ്ലാന്റ് നിർമ്മിച്ച് കോടികൾ നഷ്ടത്തിലാക്കിയ നഗരസഭ ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും UDF ചെയർമാൻ കരിക്കത്തിൽ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യമുന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകിയതായും കരിക്കത്തിൽ പറഞ്ഞു. പുനലൂർ പട്ടണത്തിലെ മാലിന്യ സംസ്കരണത്തിനായി 2001 അന്നത്തെ UDF ഭരണസമിതിയാണ് MPമാരുടെ സഹായത്താൽ UID SSMT പദ്ധതിയിൽ 4,85,00,000 രൂപയുടെ പദ്ധതി രേഖയ്ക്ക് അംഗീകാരമാകുന്നത്. തുടർന്ന് വന്ന LDF ഭരണസമിതി യഥാർത്ഥത്തിൽ പദ്ധതി അട്ടിമറിക്കുകയായിരുന്നു കരിക്കത്തിൽ കുറ്റപ്പെടുത്തി. ആദ്യഘട്ടം ഗ്രാന്റായി ലഭിച്ച 2,55,00,000 രൂപ ഉപയോഗിച്ച് പദ്ധതിയുടെ അവസാനം നടപ്പാക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം ചെയ്തത്. പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യാതെ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഉദ്ഘാടന മാമാങ്കം നടത്തുകയായിരുന്നു. പ്രോജക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരം 1, 2, 3 ഘട്ടങ്ങളിലായി ചെയ്യേണ്ട പ്രാഥമിക ജോലികൾ ഒന്നും ചെയ്യാതെ അവസാന ഘട്ടം ചെയ്യേണ്ട മാലിന്യ സംസ്കരണവും അതിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളുടെ പർച്ചേസിംഗുമാണ് ആദ്യം നടത്തിയത്. സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന മെഷീനറീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാതെ പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് പുഴുവരിച്ച് ദുർഗന്ധം വരുത്തി പ്രദേശവാസികൾക്ക് പകർച്ചവ്യാധി പിടിപെട്ട സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസും UDFും സമരവുമായി രംഗത്തെത്തിയത്. തികച്ചും പരാജയമായിരുന്നു മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണവും നടത്തിപ്പും. വ്യാപകമായ അഴിമതി നടന്നതായി നഗരസഭ പെറ്റീഷൻ കമ്മിറ്റി കണ്ടെത്തിയ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. ഈ പട്ടണത്തിലെ ഒരു ശാശ്വത പരിഹാരം മാലിന്യത്തിനുണ്ടാവണം. അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കണം. കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച 4,80,00,000 രൂപ ഈ പട്ടണത്തിന് നഷ്ടപ്പെടാൻ പാടില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഇത് നഷ്ടപ്പെടുത്തിയാൽ അതിനെതിരായി ബഹുജന പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ.
elegant ethnic collections. Pure 916 Hallmark Gold. Pavitram Gold and Diamonds, Punalur. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ, തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി ബികോം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, ബികോം, എംകോം, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, മുണ്ടക്കയം, റാന്നി, മുക്കൂട്ടുതറ, ചിറ്റാർ, പുനലൂർ. സുവർണ വിസ്മയമായ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering,
Electrical and Electronics Engineering, Electronics and Communication Engineering, Computer Engineering, Automobile Engineering, Marine Engineering and Instrumentation and Control Engineering. Library, scholarship for well-scored students, Malayali Management, Kerala Food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475235545. പത്തനാപുരത്ത് KSRTC ഡ്രൈവറെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം പോലീസ് 15ഓളം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പത്തനാപുരം ജനതാ ജംഗ്ഷന് സമീപം ബസ് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M. ഷെയ്ഖ് ഫരീദും KSRTC മൂലമറ്റം സ്റ്റാൻഡിലെ ഡ്രൈവറായ മനോജ് ജോണും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മനോജിനെ കൂട്ടമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ മനോജ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് പത്തനാപുരത്ത് തിങ്കളാഴ്ച KSRTC ബസ്സുകൾ സർവീസ് നടത്തിയില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നിടം വരെ ഞങ്ങൾ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പ്രതിയെ പിടിക്കാമെന്നെല്ലാം ഉറപ്പ് തന്നെങ്കിലും ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ അനുസരിച്ച് ഇങ്ങനെയുള്ള ഒട്ടനവധി ഉറപ്പുകൾ ഞങ്ങൾക്ക് ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊന്നും പ്രതികളെ പിടിക്കാത്ത ഒരു നിരുത്തരവാദമായ സമീപനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയില്ല. പ്രതിയെ പിടിച്ചേ അടങ്ങും. അതുവരെ ഞങ്ങളുടെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്തതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അനിശ്ചിതമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇതൊന്നും അപാകത ഉണ്ടായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിയില്ല. അത് ഒരുപക്ഷെ ഉണ്ടായി തന്നെ 10, 30, 40ഓളം പേര് ചേർന്നാണ് അദ്ദേഹത്തെ മർദ്ദിച്ചത്. അദ്ദേഹത്തിന് കിടക്കേണ്ട എണീക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ കിടക്കുക. അത് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അല്ല മാർക്സിസ്റ്റ് പാർട്ടി എന്നോ ഒന്നും തന്നെ ഞങ്ങൾ തൊഴിലാളികൾ എന്ന രീതിയിൽ തന്നെ KSRTC സ്റ്റാഫ് എന്ന രീതിയിൽ ഞങ്ങൾക്കൊരു സംശയം. ഞങ്ങൾ കോർപ്പറേഷന്റെ ആളുകളാണോ ഇങ്ങനെ ഈ പുറത്തിടുന്ന് ഗുസ്തി പിടിക്കുന്നവരെ വീട്ടിലെ ജോലിക്കാരാണെന്നാണ് ഞങ്ങൾ സംശയം. ഞങ്ങളും സമൂഹത്തിൽ ഞങ്ങൾ കോട്ടവകാശവും മറ്റു കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ജീവനോട് മല്ലടിച്ച് കഴിയുന്നയാളാണ്. അപ്പോൾ അയാളെ തല്ലിയ ആളിനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഞങ്ങൾ സംയുക്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേര് പറയുന്നില്ല. ഞങ്ങൾ സഹപ്രവർത്തകർ സംയുക്തമായിട്ട് അയാൾ അറസ്റ്റ് ചെയ്യുന്നവരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ദീർഘദൂര സർവീസുകളടക്കം 50ഓളം ബസ്സുകളാണ് സർവീസ് നടത്താത്തത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു. യൂണിയൻ തൊഴിലാളികളും ഓഫീസ് ജീവനക്കാരുമടക്കം 100 കണക്കിന് തൊഴിലാളികൾ പ്രകടനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെയ്ഖ് ഫരീദിനും കണ്ടാലറിയാവുന്ന 15ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൃത്യനിർവഹണത്തിനിടെ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെയ്ഖ് ഫരീദ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് KSRTC ഡ്രൈവറെ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചതെന്ന് KSRTC സമരസമിതി. ശക്തമായ നടപടി ഉണ്ടാകാത്ത പക്ഷം സംസ്ഥാനമൊട്ടുക്കും പണിമുടക്കുമെന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി. പത്തനാപുരം ഡിപ്പോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദീർഘദൂര സർവീസുകൾ ഈ ഭാഗത്താണ് നിർത്തിയിട്ടിരുന്നത്. ഡിപ്പോ തുടങ്ങിയതിനു ശേഷവും യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം പത്തനാപുരം ഡിപ്പോയിൽ ഇല്ലാത്തതിനാൽ തുടർന്നും ഈ സ്ഥിതി നിലനിന്നു പോരുകയായിരുന്നു. ഡിപ്പോയിൽ പബ്ലിക് ടോയ്ലറ്റും കാത്തിരിപ്പ് കേന്ദ്രവും പണിയുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ ഇപ്പോഴും നടന്നുവരികയാണ്. ഈ ദിവസവും ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരുന്ന മൂലമറ്റം ഡിപ്പോയിലെ ബസിന്റെ ഡ്രൈവർ മനോജ് ജോണിനെ അതുവഴി വന്ന കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഫരീദും സംഘവും യാതൊരു പ്രകോപനവും കൂടാതെ അസഭ്യഭാഷണം നടത്തുകയും ആക്രോശിച്ചുകൊണ്ട് ബസ്സിൽ നിന്നും വലിച്ചിറക്കി സംഘം ചേർന്ന്
പെട്ടെന്ന് മർദ്ദിച്ച് മൃതപ്രായനാക്കുകയായിരുന്നു. മർദ്ദനമേറ്റ ഡ്രൈവർ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഷെയ്ഖ് ഫരീദിന്റെ ഗുണ്ടകൾ അദ്ദേഹത്തെ ഓടിച്ചിട്ട് പിടിച്ച് തലയ്ക്കും കഴുത്തിനും മാരകമായി പരിക്കേൽപ്പിച്ചു. അതിഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കേരളത്തിൽ അങ്ങോളമിങ്ങോളം KSRTC ജീവനക്കാർ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുകയാണ്. മിക്ക സംഭവങ്ങളിലും പ്രതികൾ ഭരണ പോലീസ് സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടാവുന്നത്. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും ഈ കേസിലെ പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KSRTC സംയുക്ത സമരസമിതി പത്തനാപുരം ഡിപ്പോയിൽ പണിമുടക്ക് നടത്തുകയായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്യും വരെ പണിമുടക്കുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഉടൻ നടപടി ഉണ്ടാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ജില്ലയിലും സംസ്ഥാനത്താകമാനവും പണിമുടക്ക് നടത്തുവാനാണ് സമരസമിതിയുടെ തീരുമാനമെന്ന് ഹണി ബാലചന്ദ്രൻ, RG ശ്രീകുമാർ, N ഷാജികുമാർ, B അജികുമാർ എന്നിവർ അറിയിച്ചു. പോലീസ് അധികാരിയുടെ ഭാഗത്ത് നിന്നായാലും മറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നെല്ലാം തന്നെ യാതൊരു അനുകൂലമായ നിയമ നടപടികളും ഉണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് പത്തനാപുരത്ത് ട്രേഡ് യൂണിയൻ വ്യത്യാസമില്ലാതെ മുഴുവൻ തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ സംയുക്തമായി തൊഴിലാളികൾ പണിമുടക്കാൻ തയ്യാറായി. ഈ പണിമുടക്ക് ഒരു സൂചനാ പണിമുടക്ക് എന്ന നിലയിലാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം വളരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം KSRTC ഡിപ്പോയിലെ ചില ജീവനക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രശ്നം രൂക്ഷമാക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് JL നസീർ. ട്രാഫിക് തടസ്സമുണ്ടായപ്പോൾ ഇതിനെ ചോദ്യം ചെയ്ത കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെ KSRTC ഡ്രൈവർ മുഖത്തടിച്ചതായി കോൺഗ്രസ് നേതാവിന്റെ വിശദീകരണം. പത്തനാപുരം ഡിപ്പോയിലെ ചില KSRTC ജീവനക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പ്രകോപനപരമായ രീതിയിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് JL നസീർ ആരോപിച്ചു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനും കോർപ്പറേഷന് നഷ്ടം വരുത്തുവാനുമാണ് ഇപ്പോൾ സമരപരിപാടിയിലൂടെ ശ്രമിക്കുന്നത്. മൂലപറ്റം ഫാസ്റ്റ് പാസഞ്ചർ മുഖേന പത്തനാപുരത്ത് ഗതാഗതക്കുരുക്കുണ്ടാകുകയും ഇതിനെ ചോദ്യം ചെയ്ത ബ്ലോക്ക് പ്രസിഡന്റിന്റെ മുഖത്തടിക്കുകയും ചെയ്ത സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. സംഘടനാ ബലവും സ്വാധീനവും കൊണ്ട് ചില KSRTC ഉദ്യോഗസ്ഥർ മിന്നൽ പണിമുടക്ക് നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിനു മുമ്പും ചില KSRTC ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സാധാരണ ജനങ്ങൾക്ക് കയ്യേറ്റങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ തങ്ങൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയോ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയോ ചെയ്തിട്ടില്ലെന്നും പോലീസ് മുൻവിധികൾ മാറ്റിവെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിഷ്പക്ഷമായി അന്വേഷിച്ച് മേൽ നടപടി സ്വീകരിക്കണമെന്നും JL നസീർ ആവശ്യപ്പെട്ടു. തുടക്കം മുതൽ പരിശോധിച്ചിട്ട് വേണം മറ്റ് സമരമാർഗങ്ങളോ മറ്റുള്ള ആളുകൾക്കെതിരെയോ നടപടികൾ ആവശ്യപ്പെട്ട് ഈ ചില KSRTCയിലെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്നലെ സംഭവിക്കേണ്ടാത്തതായ ചില സംഭവ വികാസങ്ങൾ സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും അതിൻ്റെ തുടക്കം ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം എന്നുള്ളത് അത് പരിശോധിക്കണം. അതുപോലെ പോലീസിൻ്റെ ഭാഗത്ത് മുൻവിധികൾ വെച്ചുകൊണ്ട് ആരെയും പ്രതികളാക്കരുത്, അന്വേഷിച്ചിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ മറ്റുള്ള കേസിലെ പ്രതികളെയോ ആളുകളെയോ കക്ഷി ചേർക്കുന്നതിനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന് ശ്രമിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ലൈവ് വാർത്ത, പത്തനാപുരം. തെന്മല പഞ്ചായത്തിലെ ചാലിയക്കര വാർഡിൽ 4 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി വാർഡംഗം K സുരേന്ദ്രൻ അറിയിച്ചു. റോഡ് വികസനത്തിന് 1,60,00,000 ചെലവഴിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിൽ 4 കോടി രൂപയിൽ പുറത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി വാർഡ് മെമ്പർ K സുരേന്ദ്രൻ അറിയിച്ചു. തോട്ടം തൊഴിലാളികളും പട്ടികജാതി പട്ടികവർഗക്കാരും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ചാലിയക്കര. റോഡുകളുടെ അഭാവം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, ഭവനരഹിതരുടെ അതിപ്രസരം എന്നിവ കൊണ്ട് വളരെ ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു വാർഡ്. വാർഡിനെ 4 ഭാഗങ്ങളായി വിഭജിച്ച് പ്രദേശവാസികളുടെ ആവശ്യാനുസരണം അവരുടെ സഹായത്തോടെ വാർഡിൽ വികസനം എത്തിക്കുകയായിരുന്നു. 1,60,00,000 രൂപ റോഡുകളുടെ വികസനത്തിനായി ചിലവഴിച്ചു. പശ്ചാത്തല മേഖല എന്ന് പറഞ്ഞാൽ റോഡ് മേഖലയ്ക്ക് മാത്രം, റോഡും കലങ്ങിനും മാത്രം 1,75,00,000 രൂപ, 1.25 കോടി രൂപ പശ്ചാത്തല മേഖലയിൽ റോഡുകളില്ലാത്തവിടെ ടാർ വർക്ക്, സിമെന്റ് വർക്ക്, കോൺക്രീറ്റുകളും വലിയ കലങ്ങുകളും പാലങ്ങളും പണിഞ്ഞ് ഇതിനകം ഈ 4.25 വർഷങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടി ഭവന പദ്ധതിക്കും തൊഴിലുറപ്പിനും മറ്റ് ഇതര വർക്കുകൾക്കുമായി 2,40,00,000 രൂപയും ചിലവഴിച്ചു. തുടർ പദ്ധതി എന്ന നിലയിൽ അവസാന ഘട്ടത്തിൽ 95,00,000 രൂപയുടെ വർക്കുകൾ നടന്നുവരികയാണെന്നും K സുരേന്ദ്രൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊളത്തൂപ്പുഴ 1141 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. ചടങ്ങ് SNDP പുനലൂർ യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു.
കുളത്തൂപ്പുഴ ടിമ്പർ ഡിപ്പോയിൽ പ്രവർത്തിക്കുന്ന 1141 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. ശാഖാ പ്രസിഡന്റ് K. ദിവാകരന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം SNDP പുനലൂർ യൂണിയൻ പ്രസിഡന്റ് T.K. സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെയുള്ള ഇടതു വലതു പാർട്ടികൾ ഭരിക്കുമ്പോൾ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈഴവ സമുദായത്തിലെ വോട്ടർമാരായ നമ്മളാണ്. നമ്മളെ വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ചിഹ്നം നോക്കി, ബാലറ്റ് പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ നോക്കുന്നത് അരിവാൾ എവിടെ, കുത്തിയൽ എവിടെ, കൈപ്പത്തി എവിടെ, ഇതാണ് നമ്മൾ നോക്കാറുള്ളത്. പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ തോമസ് എവിടെ നിന്ന് നോക്കും, അടുത്ത മുസ്ലിമിനെ സംബന്ധിച്ച് അവൻ ഇബ്രാഹിം എവിടെ നിന്ന്, അങ്ങനെ നോക്കിയാണ് അവർ വോട്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണത്തിന്റെ ശിലാകേന്ദ്രങ്ങളിൽ എന്നും അവരായിരിക്കും തലപ്പത്തിരിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ എഴുതിയെടുക്കുന്നു, ആവശ്യമുള്ളതൊക്കെ അവർക്ക് അവരുടെ സമുദായത്തിന് വേണ്ടി അനുവദിച്ചു കൊടുക്കുന്നു. നമ്മളെന്നും മറ്റുള്ളവർക്ക് വഴി തെളിച്ചു കൊടുക്കുക, മുന്നോട്ട് മുന്നേറാനുള്ള വഴി തെളിച്ചു കൊടുക്കുക, മുദ്രാവാക്യം വിളിക്കുക, പോസ്റ്റർ ഒട്ടിക്കുക, പശ തയ്ക്കുക, രക്തസാക്ഷിയാകുക, ഇതൊക്കെയാണ് നമ്മുടെ ജോലികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും ചടങ്ങിൽ T.K. സുന്ദരേശൻ നിർവഹിച്ചു. ശാഖാ കമ്മിറ്റി അംഗം K. രാജേന്ദ്രപ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് A.J. പ്രദീപ് കുമാർ, യൂണിയൻ സെക്രട്ടറി R. ഹരിദാസ്, യോഗം ഡയറക്ടർ ബോർഡ് അംഗം വനജ വിദ്യാധരൻ, യൂണിയൻ കൌൺസിലർമാരായ ബിനു സത്യൻ, ബൈജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കടമാൻകോട് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ UDF ഭരണം നിലനിർത്തി. സഹകാരികൾ UDFന് നൽകുന്ന പിന്തുണയാണ് തുടർച്ചയായ വിജയത്തിന് കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ 9-അംഗ ഭരണസമിതിയിൽ 8 സീറ്റുകൾ നേടിയാണ് UDF ഭരണം നിലനിർത്തിയത്. ജനറൽ സീറ്റിൽ 3, നിക്ഷേപ മണ്ഡലത്തിൽ 1, വനിതാ മണ്ഡലത്തിൽ 2, പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലത്തിൽ 1 സീറ്റുകൾ UDF നേടി. ജനറൽ മണ്ഡലത്തിൽ LDFന് 1 സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം UDF പ്രവർത്തകർ കടമാൻകോട് ആഹ്ലാദ പ്രകടനം നടത്തി. കടമാൻകോട് സർവീസ് സഹകരണ ബാങ്ക് രൂപീകൃതമായ ശേഷം സഹകാരികൾ UDFന് നൽകുന്ന വിശ്വാസവും പിന്തുണയുമാണ് തുടർച്ചയായ വിജയത്തിന് കാരണമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KK സാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്സ്. എന്റെ ഇക്ക, നിങ്ങളുടെ പ്രായമുണ്ടല്ല TVക്ക്, ഇനിയെങ്കിലും ഒന്ന് മാറ്റിക്കൂടെ? ഓ, ഇനിയിപ്പോ ഓണമൊക്കെ ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. ഇതൊക്കെ വെറുതെ ആണെന്നേ. ദക്ഷിണേന്ത്യയിൽ 250ഓളം ശാഖകളുള്ള വൈറ്റ് മാർട്ടിലേക്ക് ലോൺ എടുക്കാൻ കൊണ്ടുചെല്ലേണ്ടത് ഇത്രമാത്രം: അഡ്രസ് പ്രൂഫ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 1 ക്യാൻസൽ ചെയ്ത ചെക്ക്. നോക്കട്ടെ. ആഹാ, നമ്മുടെ പുനലൂരുമുണ്ടല്ലോ. അപ്പൊ ഇനി TV വാങ്ങാൻ ഓണത്തിനും ക്രിസ്മസിനും ഒന്നും കാത്തു നിൽക്കണ്ടല്ലേ. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ,
ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലെക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475 2226 കേരള കോൺഗ്രസ് ജേക്കബ് പുല്ലൂർ നിയോജക മണ്ഡലം നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി C മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജേക്കബ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃസംഗമം പുനലൂർ സംസം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് KK തോമസ് കുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി C മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഈ മുന്നണി സംവിധാനത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും അർഹതപ്പെട്ട സീറ്റുകൾ നമുക്ക് ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറല്ല. നമുക്ക് അർഹതപ്പെട്ട സീറ്റ് മത്സരിക്കാൻ ലഭിക്കണം. പല സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യം കാലുവാരലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ തോക്കാൻ ഇടയായത്. എനിക്ക് തന്നെ അറിയാം, ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിച്ചത് ഒരു അബദ്ധമായി പോയി എന്ന് ചിന്തിച്ചൊരു സമയമായിരുന്നു ഇലക്ഷൻ. കാരണം 10 വാർഡ്, എടവള പഞ്ചായത്തിലെ 5 വാർഡും എടമളയ്ക്ക് പഞ്ചായത്തിലെ 5 വാർഡുമുള്ള അതിവിശാലമായ ആ 10 വാർഡിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ UDF നമുക്ക് സീറ്റ് സമ്മതിച്ചു തന്നപ്പോഴത്തേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ 10 വാർഡും കവർ ചെയ്ത് കഴിഞ്ഞു. എന്നുവെച്ചാൽ ഇവിടെ ഒരിക്കലും തീരുന്നില്ല. ചർച്ച ഇങ്ങനെ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് നിൽക്കുകയാണ്. ആ സമയം കൊണ്ട് പകുതി വർക്ക് അവർ പൂർത്തിയാക്കി അവരുടെ പോസ്റ്റർ ഒട്ടിച്ച് അവരുടെ പ്രചരണവും കഴിഞ്ഞ് അവരുടെ ഭവന സന്ദർശനവും കഴിഞ്ഞപ്പോഴാണ് UDFകാരനായ നമ്മളങ്ങോട്ട് ഞാൻ ആ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങുന്നത്. പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് MA വേണു, എന്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ നിങ്ങളുടെ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നൊരു TV ചാനലിൽ ചോദിച്ചപ്പം ബഹുമാന്യനായ ജോണി നെല്ലൂർ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ചെറിയ പാർട്ടിയാണ്, നിയമസഭാ പ്രാതിനിധ്യം ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് മാനിയുമാണ്. ചില പരിമിതികൾ ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ശക്തമായ അഭിപ്രായം മന്ത്രിസഭാ യോഗത്തിലും UDFന്റെ ഉന്നത അധികാര യോഗങ്ങളിലും നമ്മുടെ പാർട്ടി വളരെ വ്യക്തമായി തന്നെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ജില്ലാ ജനറൽ സെക്രട്ടറി റോയ് ഉമ്മൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പുനലൂർ നസറുള്ള, വടമൺ ഗോപൻ, വനിതാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുമാദേവി, ഇടയം സിന്ധു, കൈപ്പള്ളിൽ ഗോപൻ, ഹരി, ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. SNDP പുനലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹന് സ്വീകരണം നൽകി. പഠന ക്ലാസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് വഴി അവർക്ക് ലഭിക്കുന്ന സ്നേഹ വാത്സല്യങ്ങൾ അത് കൈമുതലാക്കി സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രവർത്തനത്തിൽ ലക്ഷ്യം. അതാണ് ഞങ്ങൾ നടപ്പിലാക്കിയ ഒരു പ്രോജക്റ്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രി അവാർഡ് നൽകിയപ്പോൾ അത് രാജ്യത്തിന്റെ പദ്ധതിയാക്കി പ്രധാനമന്ത്രി ഏറ്റെടുത്തു. അതാണ് ഇന്നിപ്പോ ഇന്നത്തെയും പത്രത്തിലും
ചാനലിലും എല്ലാം വരുന്ന ഒരു വാർത്തയാണ് ഈ ആദിവാസി ശിശു മരണം. പ്രസവിക്കുന്ന കുട്ടികളിൽ 40% കുട്ടികൾ മരിക്കുക അട്ടപ്പാടിയിലുണ്ട്. അട്ടപ്പാടിയിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ചെലവഴിച്ച തുക 217 കോടിയാണ്. പക്ഷെ മരണം ഒഴിവാക്കി. നമ്മൾ 12 ലക്ഷം രൂപ ഈ ജില്ലയിൽ ചെലവഴിച്ചു. 5000 കുടുംബങ്ങളിൽ പോകും. ആ 12 ലക്ഷം രൂപ ചെലവഴിച്ചപ്പോൾ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 3 വർഷമായി ആദിവാസി ശിശു മരണം ഇല്ലാത്ത ജില്ല ഇന്ത്യയിൽ ഒരു ജില്ലയുള്ളൂ, അത് കൊല്ലം ജില്ലയാണ്. SNDP പുനലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹന് സ്വീകരണം നൽകി. SNDP യൂണിയൻ താലൂക്ക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങ് യൂണിയൻ പ്രസിഡന്റ് TK സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി R. ഹരിദാസ് സ്വാഗതം പറഞ്ഞു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് AJ പ്രദീപ്, സുഭാഷ് ബാബു, S. അദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പുനലൂർ SNDP യൂണിയൻ അതിർത്തിയിലുള്ള 64 SNDP ശാഖയിലെയും വിവാഹ മരണാനന്തര കർമ്മങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള പഠന ക്ലാസും S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ വൃക്കരോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ജില്ലാ പഞ്ചായത്ത് ഒരുക്കുമെന്നും S. ജയമോഹൻ പറഞ്ഞു. അതിനായി ജില്ലാ പഞ്ചായത്തിന് ലഭിച്ച ദേശീയ സംസ്ഥാന അവാർഡ് തുകകൾ വിനിയോഗിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നെല്ലിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ നവീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭയുടെ 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെല്ലിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന്റെ നവീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. പൊതുവിദ്യാലയം എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ സ്കൂളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ നഗരസഭ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ക്ലാസ് മുറികൾ ടൈൽ പാകി, മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ഓട നിർമ്മാണം, ചുറ്റുമതിൽ നിർമ്മാണം, പാചകപ്പുരയുടെ നവീകരണം തുടങ്ങിയ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കുടിവെള്ളം, അതുപോലെ ഫർണിച്ചർ, ടോയ്ലറ്റ്, ഇത് 3 ഒരു സ്കൂളിന് അത്യാവശ്യമാണ്. അതെല്ലാ സ്കൂളുകളിലും അത് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാഭ്യാസം പരീക്ഷാ കേന്ദ്രീകൃതമോ അധ്യാപക കേന്ദ്രീകൃതമോ അല്ല, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പണ്ടായിരുന്നു അങ്ങനെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു, അത് പരീക്ഷാ കേന്ദ്രീകൃതമായിരുന്നു. ഇന്ന് അത് പ്രവർത്തന അധിഷ്ഠിതമാണ്. ഗുരു എന്നാൽ കുട്ടികളുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും ഇരുട്ട് അകറ്റുന്ന ആൾ എന്നാണ്. കുട്ടികളുടെ മനസ്സിൽ നിന്നും ഇരുട്ട് അകറ്റുന്ന ആളാണ് ഗുരു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ് സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D. ദിനേശൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല രാമചന്ദ്രൻ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ S. ബിജു, CPI പാർലമെന്ററി പാർട്ടി ലീഡർ VP ഉണ്ണികൃഷ്ണൻ, പുനലൂർ DEO ആനന്ദകുമാർ, കേരള കോൺഗ്രസ് M നേതാവ് എബ്രഹാം മാത്യു, CDS ചെയർപേഴ്സൺ തസ്ലീമ ജേക്കബ്, PTA പ്രസിഡന്റ് സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മഴ കനത്തതോടെ കിഴക്കൻ മലയോര മേഖലയിലെ നദികളും തോടുകളിലും നീരൊഴുക്ക് വർദ്ധിച്ചു. പ്രധാന വെള്ളച്ചാട്ടങ്ങളിൽ തിരക്ക് ഏറുകയാണ്. അച്ചൻകോവിൽ, കുംഭാവുരുട്ടി, തെങ്കാശി, കുറ്റാലം, ആര്യങ്കാവ്, പാലരുവി തുടങ്ങിയ പ്രധാന വെള്ളച്ചാട്ടങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്കും ഏറുകയാണ്. മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ എത്തുന്നവരും കുറവല്ല. അച്ചൻകോവിലാറും കൈതുരുട്ടിയാറും കല്ലടിയാറുമൊക്കെ മത്സരിച്ചൊഴുകുകയാണ്. എന്നാൽ ഇവയെ അപേക്ഷിച്ച് മലഞ്ചെരുവുകളിലെ ചെറു അരുവികൾക്ക് ഭംഗിയേറെയാണ്. വിനോദസഞ്ചാരികളെ മാത്രമല്ല, ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർക്കും മലമുകളിലെ അരുവികൾ രസകാഴ്ചയാണ്. കാനന ഭംഗിക്ക് മോടി കൂട്ടാൻ ചാറ്റൽ മഴയും ഇടവിട്ടെത്തുന്നുണ്ട്. ദേശീയ പാതയോരത്തുള്ള ഇരപ്പിൻചാൽ, RB കുറ്റാലം തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ കുളിക്കാൻ വഴിയാത്രക്കാർക്കും ലോറി ഡ്രൈവർമാർക്കും സൗകര്യപ്രദമാണ്. ഇതുകൂടാതെ മഴച്ചിത്രങ്ങൾ പകർത്താൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരും തെന്മലയിൽ എത്തുന്നുണ്ട്. കാലവർഷം ഇത്തവണ ഇടവിട്ടെത്തുന്നതിനാൽ ജനജീവിതം പൊതുവെ ദുസ്സഹമല്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. ഇനി ബിസിനസ് വാർത്ത. ഇടമൺ സത്രം ജംഗ്ഷനിൽ മിൽമ പാർലർ ഉദ്ഘാടനം ചെയ്തു. മിൽമ ദക്ഷിണ മേഖലാ ചെയർമാൻ കല്ലട രമേശ് പാർലർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഒരു പരിധിവരെ പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിയില്ലെങ്കിൽ പോലും അതിനടുത്തെത്തി നിൽക്കുന്നത് നമ്മുടെ പ്രദേശങ്ങളിൽ ഗ്രാമീണ മേഖലയിലെ കർഷകർ ഈ രംഗത്ത് അടിയുറച്ച് നിൽക്കുന്നുകൊണ്ടാണ്. തീർച്ചയായും അങ്ങനെയുള്ള കർഷകരെ സഹായിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇവിടെ നിന്നും ഒരു ഐസ്ക്രീം ആകട്ടെ, ഇവിടെ ഇരിക്കുന്ന നെയ്യാകട്ടെ, സിപ്പപ്പ് ആകട്ടെ, അതുപോലെ തന്നെ ഫ്ലേവേർഡ് മിൽക്ക് ആകട്ടെ, എന്ത് സാധനമായാലും മിൽമയുടെ ഒരു ഐറ്റം വാങ്ങുമ്പോൾ അതിൽ 100 രൂപ നിങ്ങൾ മുടക്കിയാൽ 83 രൂപ സംഘങ്ങൾ വഴി
ആ ദിവസത്തിന് തൊട്ട് മുമ്പ് തന്നെ അല്ലെങ്കിൽ ആ ഉൽപ്പന്നം പാലായി വാങ്ങുമ്പോൾ കർഷകന് കിട്ടുന്നു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി സലീം, എൽ ഗോപിനാഥപിള്ള, മണിക്കുട്ടൻ, സലീം, മിൽമ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. പാൽ, നെയ്യ്, തൈര്, പാൽപ്പൊടി, ഐസ്ക്രീം, മാംഗോ ജ്യൂസ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. ലൈവ് വാർത്ത തെന്മല. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ വല്യച്ഛനും മക്കളും അറസ്റ്റിൽ. സംഭവം പത്തനാപുരം ഹെലിക്കാട്ടൂരിൽ. പത്തനാപുരം KSRTC ഡിപ്പോയിൽ സംഘർഷം. UDF പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ KSRTC ഡ്രൈവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. കുളത്തൂപ്പുഴ കടമാൻകോട് സർവീസ് സഹകരണ ബാങ്ക് ഭരണം UDF നിലനിർത്തി. LDFന് ലഭിച്ചത് 1 സീറ്റ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.